ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതിനായിട്ട് 1 കപ്പ് നിലക്കടല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് വറുത്തിട്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന കടലയാണ്. അത് നിങ്ങൾക്ക് വറുക്കാത്തതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് വറുത്തെടുക്കുക, കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് അവർ വറുത്തെടുത്തത്. ഇനി ഇത് മുഴുവനും തൊലി കളഞ്ഞിട്ട് ക്ലീൻ ആക്കിയെടുക്കാം. ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഉപ്പില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കൂടി പോകാനൊന്നും പാടില്ല. കറക്റ്റ് ഉപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. ചെറിയ ജാറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരികയാണ്. മുഴുവനും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ജാറാണെങ്കിൽ മുഴുവനും ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് പകുതി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 1 കപ്പ് കടലക്കാണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള കടലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇങ്ങനെ നിർത്തി വേണം ചെയ്യാനായിട്ട്. ഞാനിതാ 1 മിനിറ്റ് അടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി ഞാൻ വീണ്ടും മിക്സി ഓൺ ചെയ്തിട്ട് വെച്ചു. ഒരു 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ ഒന്ന് അതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് ഈ ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് സ്മൂത്ത്നെസ് വേണമെങ്കിൽ ഇനിയും നല്ലപോലെ തന്നെ ഒന്ന് മിക്സി ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ചെറുതായിട്ട് ആ കടലയുടെ പീസൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കടല ബാക്കി വെച്ചിട്ട് ലാസ്റ്റ് ആ ഒരു മിക്സി ഓൺ ചെയ്യുന്നില്ലേ, ലാസ്റ്റ് പൊടിച്ചെടുക്കുന്ന ടൈമിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ചെറിയ പീസൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ഇതാ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ധൈര്യപൂർവ്വം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതും ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാനും പറ്റും. വെറും കടല മാത്രമാണ് ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് എന്തായാലും പല ടൈപ്പ് സാധനങ്ങളൊക്കെ അതിൽ എന്തായാലും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടാവും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.